ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫിലിപ്സിൻ്റെ ഗാർമെൻറ്റ് സ്റ്റീമറാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡ് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഗ്ലൗസാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള 2 ബുക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹാങ്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പീസ് നമ്മളിതുപോലെ ഒന്ന് എടുത്തു മാറ്റുമ്പോൾ നമുക്ക് 2 സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പാർട്സ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റീമറിൻ്റെ മെയിൻ പാർട്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അയൺ ചെയ്യുന്ന അതും കൂടി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാർട്സൊക്കെ വരുന്നത്. ഇനി ഈ പാർട്സുകളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്റ്റിക്കാണല്ലോ വന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാൻഡ് രൂപത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഇതുപോലെ 4 ലോക്കും വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അതുപോലെ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത്. ഒരു പിങ്കും വൈറ്റും ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു പീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫിലിപ്സിൻ്റെ ഈസി ടച്ച് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ ഓണും ഓഫൊക്കെ വരുന്നത്. ഇനി ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ആ സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒരു ബോക്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിലാണ് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല രീതിക്ക് നമുക്ക് വെള്ളം അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ ലോക്കും അൺലോക്കും കാണാം. അപ്പോൾ അൺലോക്ക് ചെയ്തിട്ടാൽ നമുക്ക് വെള്ളം കൂടെ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാട്ടർ കൂടെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഫങ്ഷൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിക്കിനെ ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലോക്ക് നമുക്കൊന്ന് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇതുപോലെ അൺലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെ പൊന്തിച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ലോക്ക് ചെയ്താൽ അതവിടെ നിന്നോളും. ബാക്കിയുള്ളതും കൂടി ഞാൻ മാക്സിമം ഹൈറ്റിൽ തന്നെ ഇത് ലോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഒരാളെക്കാളും നല്ല ഹൈറ്റിലാണ് വരുന്നത്. ഇനി ഈ ഹൈറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഈ ഹാങ്കർ വെച്ച് കൊടുക്കുന്നത്. ഈ ഹാങ്കറിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഈ ഹാങ്കറിൻ്റെ മുകളിലായിട്ടൊരു ഹോൾഡറും കൂടി ഉണ്ട്. നമ്മുടെ സ്റ്റീം ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നല്ല ചൂടായി നിൽക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കാനാണ് അവിടെ ഒരു ഹോൾഡറും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇത്രയും ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ ഇനി വാട്ടർ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ മാക്സിമം നമുക്ക് വാട്ടർ ഫില്ല് ചെയ്തെടുക്കാം. ആ താഴെ കാണുന്ന ഒരു ലിഡ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തിട്ടാണ് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ആ വാട്ടർ ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ അതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ എന്തായാലും അത് അൺലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു സ്റ്റീമർ അതിലേക്ക് പ്രവർത്തിക്കുള്ളൂ. അപ്പം ഇതുപോലെ അൺലോക്ക് ചെയ്യുമ്പോൾ അതിൽ ബബിൾസ് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ എത്ര ഉള്ളതിൻ്റെ സെറ്റിങ്സ് എന്നൊക്കെ പറയുന്നത് വെള്ളം തീരുന്നതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പിടിക്കുന്ന ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടാവുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ നല്ലൊരു ഹോൾസും ഉണ്ട് കേട്ടോ അതിൻ്റെ എഡ്ജിലായിട്ട്. അതിലൂടെ നന്നായിട്ട് തന്നെ ആ വാട്ടറൊക്കെ ഒന്ന് സ്റ്റീമായിട്ട് വന്നിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ പ്ലഗ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഇതുപോലെ പവറൊന്ന് ഓൺ ചെയ്ത് എടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കേട്ടോ, ഒന്ന് ലോ ഒന്ന് ഹൈ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ആണ്. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, ക്ലോത്തിനനുസരിച്ചും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടൊന്ന് എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഗ്ലൗസ് ഒന്ന് ഇടാം. അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് തന്നെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഒരു ഭാഗം. ആദ്യം നമുക്കത് ഫീൽ ചെയ്യില്ല, കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് തന്നെ ആവിയൊക്കെ വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. വർക്കുള്ള ഏരിയ ഒക്കെ നമുക്കിതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അതുപോലെ പ്ലീറ്റ്സ് ഇട്ട ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ നല്ല ഫോഴ്സ്ഫുള്ളി തേപ്പ് പെട്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തേച്ചെടുക്കും പോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്കൊരു മീഡിയം ലെവലിൽ ഇതുപോലെ അയൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കബോർഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സും അതുപോലെ നല്ല വർക്കൊക്കെ ഉള്ള ക്ലോത്ത്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ തേപ്പ് പെട്ടി ഉപയോഗിച്ച് തേച്ചെടുക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇതിൽ കിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് നല്ല ക്ലോത്തൊന്നും കേടരാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.